പെട്ടെന്ന് നമുക്ക് ചക്കയും ബീഫ് ഉലർത്തിയെടുത്താലോ. ആദ്യം നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് ഇട്ട് അതിലേക്ക് പച്ചമുളക് വേപ്പിൻ്റെ ഇലയൊക്കെ കൂടി ചേർത്ത് നല്ലോണം വാട്ടി അതൊന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് ചെറുള്ളിയും വലിയുള്ളിയും കൂടിയിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതൊന്ന് ചെറുതായിട്ട് വാട്ടിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം ഇടാനായിട്ട്. അതൊന്ന് നല്ലോണം വഴണ്ട് കഴിഞ്ഞതിന് ശേഷം തക്കാളി വഴറ്റിയതിന് ശേഷം മാത്രം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ കൂടി ചേർത്ത് ഇതൊക്കെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. അതായത് ഇതിൻ്റെ പച്ചക്കുത്ത് നല്ല രീതിയിൽ പോകണം. ആദ്യമേ ഞാൻ ബീഫ് നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് പച്ചമുളക് ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളി പേസ്റ്റൊക്കെ കൂടി ചേർത്ത് വേവിച്ചതിന് ശേഷം ഒരു വിസിൽ ചക്കിയിട്ട് അടിച്ചായിരുന്നു. അതാണ് കേട്ടത്. അത് നമുക്ക് ഈ സവോളയൊക്കെ വാട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ ബീഫും ചക്കി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബൈ.